സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോട്ടയത്ത് ബി.ജെ.പിയിൽ പൊട്ടിത്തെറിയുടെ പൊടിപ്പൂരമാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ബി.ജെ.പി ദേശീയ ന്യൂനപക്ഷ മോർച്ച ഉപാധ്യക്ഷൻ നോബിൾ മാത്യു രംഗത്ത് വന്നിരുന്നു. സ്വന്തം കുഴി പുള്ളി തന്നെ തോണ്ടിയെന്ന് നിസ്സംശയം പറയാം. ബി.ജെ.പിയിൽ ദശകങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ളയാളാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അദ്ദേഹത്തെ പരസ്യമായി അധിക്ഷേപിച്ചതോടെ ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിനെ ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് പുതിയ റിപ്പോർട്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയതിനാണ് നടപടി. ബി.ജെ.പി കേരളത്തിൽ രാഷ്ട്രീയമായി വളർന്നു വന്നിരുന്ന സമയത്ത്, രാഷ്ട്രീയമായി വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്ന കാലത്ത് സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ജോർജ് കുര്യനെ പോലൊരു നേതാവിനെതിരെ നോബിൾ മാത്യു നടത്തിയ പരാമർശങ്ങളാണ് ബി.ജെ.പി കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചത്. ABVP-യിലൂടെ കോളേജ് കാലത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിലെത്തിയ ജോർജ് കുര്യൻ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ OSD ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. ബി.ജെ.പിയെ വർഗീയമായി മുദ്രകുത്തി രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച കാലഘട്ടങ്ങളിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ഉറച്ചുനിന്ന നേതാവാണ് അദ്ദേഹം. എന്നാൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം മാത്രം ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് നോബിൾ മാത്യു എന്നാണ് ബി.ജെ.പി പ്രവർത്തകർ പറയുന്നത്. അധികാരം കണ്ട് പാർട്ടിയിലെത്തിയവർക്ക് ജോർജ് കുര്യന്റെ പാരമ്പര്യമോ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളോ മനസ്സിലാകില്ലെന്നാണ് വിമർശനം. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യന് 20,000 വോട്ട് പോലും കിട്ടില്ലെന്നും അദ്ദേഹം വെള്ളം കോരുന്നവരെയും വിറക് വെട്ടുന്നവരെയും അവഗണിക്കുന്നുവെന്നുമുള്ള നോബിളിന്റെ പ്രസ്താവന അച്ചടക്ക ലംഘനമായാണ് നേതൃത്വം കാണുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് പോര് നടന്നുവെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ താല്പര്യങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും നോബിൾ മാത്യു ആരോപിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള ക്രൈസ്തവ മേഖലകളിൽ ജോർജ് കുര്യനെ പോലൊരു സമുന്നതനായ നേതാവിനെ രംഗത്തിറക്കുന്നത് ഗുണകരമാക്കുമെന്ന വിലയിരുത്തലിലാണ് ബി.ജെ.പി ഉള്ളത്. അച്ചടക്കത്തിന് മുൻഗണന നൽകുമെന്ന് വാദിക്കുന്ന പാർട്ടിയിൽ മുതിർന്ന നേതാവിനെ അപമാനിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് കാണിക്കാനുള്ള കണ്ണിൽ പൊടിയിടലാണോ ഈ സസ്പെൻഷൻ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ബി.ജെ.പിക്ക് അധികാരം എന്നത് സ്വപ്നം മാത്രമായിരുന്ന കാലത്ത് നിന്ദയും പരിഹാസവും സഹിച്ച് പാർട്ടിക്ക് വേണ്ടി അടിത്തറയിട്ട പാരമ്പര്യമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റേത്. എന്നാൽ കേന്ദ്രത്തിൽ അധികാരം വന്നപ്പോൾ മാത്രം ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ നോബിൾ മാത്യുവിനെ പോലൊരു നേതാവ് ജോർജ് കുര്യനെ പരസ്യമായി അപമാനിച്ചതിനെ ബി.ജെ.പി നേതൃത്വം ഗൗരവമായാണ് കാണുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നോബിൾ മാത്യുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. 1980-ൽ ജനസംഘത്തിൽ നിന്ന് ബി.ജെ.പി രൂപീകൃതമായപ്പോൾ 19 വയസ്സുള്ളപ്പോൾ ബി.ജെ.പിയിൽ ചേർന്ന വ്യക്തിയാണെന്ന പരിഗണനയും ജോർജിനുണ്ട്. മറുവശത്ത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ബി.ജെ.പിയിലെത്തിയ നേതാവാണ് നോബിൾ മാത്യു. പാർട്ടിയുടെ കഷ്ടകാലത്ത് വിയർപ്പൊഴുക്കിയ പാരമ്പര്യമില്ലാത്ത ഇത്തരമൊരു നേതാവ് ദശകങ്ങളായി പാർട്ടിയുടെ വളർച്ചയ്ക്കായി പ്രയത്നിച്ച ജോർജ് കുര്യനെ വെള്ളം കോരുന്നവരും വിറക് വെട്ടുന്നവരും എന്ന് വിളിച്ചാക്ഷേപിച്ചത് ബി.ജെ.പി അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യന് സ്വാധീനമില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് കളി നടന്നുവെന്നുമുള്ള നോബിളിന്റെ ആരോപണം സ്വന്തം അധികാരമോഹത്തിൽ നിന്നുള്ളതാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. മുതിർന്ന നേതാവിനെതിരെ പരസ്യമായ വിദ്വേഷ പ്രചാരണം നടത്തിയ നോബിൾ മാത്യുവിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒട്ടും വൈകിച്ചില്ല. പാർട്ടിക്ക് വലിയ പ്രതീക്ഷയുള്ള കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനെ പോലൊരു സമുന്നതനായ നേതാവിനെ അംഗീകരിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കായി പാർട്ടിയെ പൊതുമധ്യത്തിൽ നാണം കെടുത്താൻ നോബിൾ ശ്രമിച്ചുവെന്നാണ് കുറ്റപത്രം. കാഞ്ഞിരപ്പള്ളി സീറ്റിലേക്ക് നോബിളിന്റെ പേര് ബി.ജെ.പി ഒരു ഘട്ടത്തിലും പരിഗണിച്ചിരുന്നില്ല. ഇതിൽ കടുത്ത അസംതൃപ്തി നോബിളിനുണ്ടായിരുന്നു. പിന്നാലെയാണ് ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വം കാഞ്ഞിരപ്പള്ളിയിൽ പ്രഖ്യാപിച്ചത്. ബി.ജെ.പി A ക്ലാസ് മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ വിജയം ലക്ഷ്യമിട്ടാണ് ജോർജ് കുര്യനെ മത്സരിപ്പിക്കുന്നത്. ചിറക്കടവ്, പള്ളിക്കത്തോട്, വാടൂർ, കറുകച്ചാൽ പഞ്ചായത്തുകളിൽ ബി.ജെ.പിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. മാത്രമല്ല മണ്ഡലത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിലും വിള്ളൽ വീഴ്ത്താനും ജോർജ് കുര്യനെ കരുതുമെന്ന് നേതൃത്വം കരുതുന്നു. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മണ്ഡലത്തിൽ 31,411 വോട്ടും 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36,000 വോട്ടും നേടിയിരുന്നു. ബി.ജെ.പിയിൽ അച്ചടക്കത്തിന്റെ പേരിൽ നടക്കുന്നത് വ്യത്യസ്ത ശബ്ദങ്ങളെ മുട്ടുകുത്തിക്കുന്ന രാഷ്ട്രീയമാണ്.
ദശകങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ ത്യാഗങ്ങൾ പറഞ്ഞ നേതൃത്വം ന്യായീകരണം തേടുമ്പോഴും അകത്തളങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളെ സഹിക്കാനാകാത്ത അവസ്ഥയാണ് പുറത്തുവരുന്നത്. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം പോലും സംഭാഷണത്തിലൂടെ പരിഹരിക്കാതെ നേരിട്ട് സസ്പെൻഷനിലേക്ക് പോകുന്നത് പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇത് ഒരു വ്യക്തിയുടെ വിഷയമല്ല, പാർട്ടിക്കുള്ളിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എത്ര സ്ഥലമുണ്ടെന്നതിന്റെ തെളിവാണ്. കേരളത്തിൽ വളരാൻ ശ്രമിക്കുന്ന BJPക്ക് ഇത്തരം നടപടികൾ വലിയ തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം വ്യത്യസ്ത ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന രാഷ്ട്രീയം അവസാനം സ്വന്തം അടിത്തറയാണ് ദുർബലപ്പെടുത്തുന്നത്.